20 വർഷമായി സ്ത്രീകൾക്കായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് തിരുവനന്തപുരത്ത്. കരകുളം പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശാലിക ഹരി ഇത് 2ാം തവണയാണ് വഴയില വാർഡിൽ മത്സരത്തിനിറങ്ങുന്നത്. എൻ്റെ പേര് ശാലിക ഹരി എന്നാണ്. ഞാൻ കരകുളം മണ്ഡലത്തിലെ വഴയില വാർഡിൽ 13ാം വാർഡിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുകയാണ്. എനിക്ക് ഡ്രൈവിംഗ് സ്കൂളാണ് ഉള്ളത്. 10-20 വർഷമായി ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വന്നിട്ട്. എടുക്കാം. ഓക്കെ. ഈ വാഹനങ്ങളോടും ഒക്കെയാണ് ക്രൈസ് ആയിട്ടുള്ളത്. പൊതുപ്രവർത്തനം, സ്പോർട്സ്, ആർട്സ് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു. രണ്ടാമത്തെ മത്സരമാണല്ലേ? ഇത് 2ാമത്തെ മത്സരമാണ്. വഴയില വാർഡ് തന്നെയാണ്. ഈ വാർഡ് തന്നെയാണ് മത്സരിച്ചത്. ഞാനന്ന് തീരെ ചെറുതാണ്. എനിക്ക് ഇത്രയും, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആളുകളുടെ ഇടയിൽ, ഞാൻ ഡ്രൈവിംഗ് സ്കൂളാണ്, എല്ലാവരുടെയും സംസാരിക്കുമുണ്ടോ എങ്കിൽ പോലും ഇത്രത്തോളം നമുക്ക് ആളുകളുടെ ഇടയിൽ ഒരു സ്വാധീനം അന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമ്മളത് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത്രത്തോളം നമുക്ക് സ്വാധീനം ചെലുത്താൻ അന്ന് പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ഞാൻ നല്ല കോൺഫിഡൻസിലാണ്. ഇരട്ടിയില്ല, അതിനപ്പുറത്തും ആത്മവിശ്വാസമാണ്. അന്ന് മത്സരിച്ച് തോറ്റെങ്കിൽ പോലും ഞാൻ ഒരിക്കലും രാഷ്ട്രീയം വിട്ടിട്ടില്ല. ജനങ്ങളിലെ എല്ലാവരും എന്നെ അറിയാമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും കൂടെ എനിക്ക് ഉണ്ട്. ഉറപ്പായിട്ട് തിരിച്ചു പിടിക്കും. പ്രാവശ്യം ഞങ്ങൾ കരകുളം തിരിച്ചു പിടിക്കുന്ന തന്നെയാണിത്. എൻ്റെ വാർഡും ഞാൻ തിരിച്ചു പിടിക്കുന്നതിനാണ് എനിക്ക് വിശ്വാസം. ഇവിടെ എല്ലാം സാധാരണക്കാരാണ്. അവരുടെ തന്നെ ഒരാളായിട്ടാണ് ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. എത്ര വയസ്സിലാണ് ലൈസൻസ് കിട്ടിയത്? 18 വയസ്സിൽ ഞാൻ കുഞ്ഞിലേ വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പോൾ 18 വയസ്സായപ്പോൾ തന്നെ ലൈസൻസ് എടുത്തായിരുന്നു. വീട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ അച്ഛനെ കാണാൻ വരുന്നതൊക്കെ എടുത്തിട്ട് ഉരുട്ടുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. ആരിൽ നിന്നാണ് കോൺഗ്രസിലേക്കുള്ള പ്രചോദനം കിട്ടിയത്? അത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞങ്ങൾ ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ് ഇലക്ഷന് മുന്നേ തന്നെ ഒരു പോയായിരുന്നു. എല്ലാ വീടുകളും കയറിയായിരുന്നു. അല്ലാതെ തന്നെ ഞാൻ ഒരു 2-3 തവണയായിട്ട് എല്ലാ വീടുകളിലും ഒറ്റയ്ക്ക് മാക്സിമം കയറുന്നുണ്ട്. പിന്നെ സ്ക്വാഡ് ഇത് 3ാമത്തെ തവണയാണ് ഞങ്ങൾ കയറുന്നത്. ഉറപ്പായിട്ടും എൻ്റെ പ്രവർത്തകരാണ് എൻ്റെ ശക്തി. അവരെ എപ്പോഴും വിളിച്ചാലും ഓടി, എല്ലാവരും, കുഞ്ഞുങ്ങളും മക്കളും എല്ലാവരുമായിട്ട് ഓടി വരെയാണ് ചെയ്യുന്നത്. നല്ല പ്രവർത്തകരാണ് എനിക്കുള്ളത്. എങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന ആശയത്തിലേക്ക് എത്തുന്നത്? എന്നാണ് ഇത് തുടങ്ങുന്നത്? എനിക്കൊരു പ്രൊഫഷൻ ഇല്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. കാരണം ഞാൻ ഡിഗ്രി പാസ്സാണെങ്കിൽ പോലും ഞാനൊരു പ്രൊഫഷനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒരു പ്രൊഫഷൻ ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ഞാനിത് ശ്രദ്ധിക്കാൻ കാര്യം ലേഡീസിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളെ കണ്ടുകൊണ്ട് തന്നെയാണ് ലേഡീസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങി. സ്ത്രീകളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വാഹനം ഓടിക്കുന്നു പറഞ്ഞ വലിയ പുതുമയുള്ള ഇപ്പോഴത്തെ കാലത്ത്, അന്നത്തെ കാലത്ത് വലിയ സംഭവമായിരുന്നു. അതെ. അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏരിയയിൽ വാഹനമൊക്കെ ഓടിച്ചു തുടങ്ങുന്നത്, കൊച്ചിലേക്ക് കൊണ്ട് തുടങ്ങുന്നത് ഞാനാണെന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വീട്ടമ്മമാരല്ലേ എല്ലാം. ഇന്നാണ് നമ്മുടെ വീട്ടമ്മമാരും എല്ലാ രംഗത്തും ഇറങ്ങി കടന്നു വരുന്നത്. എല്ലാ വീടുകളിലും ജോലിക്ക് പോകുന്ന ആൾക്കാർ ഒത്തിരി ഉള്ളത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്താണ്. അന്നത്തെ കാലത്തൊക്കെ വളരെ ചുരുക്കം ആണുങ്ങൾ മാത്രമല്ലേ പോകാറുള്ളൂ. അന്നത്തെ വീടുകളിൽ വാഹനം കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ ഇവർ സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ലാത്ത അമ്മമാരൊക്കെ ആയിരിക്കും വരുന്നത്. ഇന്നത്തെ കാലത്ത് പിന്നെ ഭയങ്കര എല്ലാ വീടുകളിലും എല്ലാ വാഹനങ്ങളും ഉണ്ട്. മീഡിയയിൽ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് യൂട്യൂബിലൂടെ ആയാലും സോഷ്യൽ മീഡിയസിലൂടെ ആയാലും ഡ്രൈവിംഗ് എന്താണെന്ന് വരെ അവരത് വരച്ച് പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ കരകുളം പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ? കരകുളം നമ്മൾ 35 വർഷം കൊണ്ട് കരകുളം പഞ്ചായത്തിൽ അവർ തന്നെയാണ് ഭരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇപ്രാവശ്യം നമ്മൾ എന്തായിരുന്നാലും തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. 20 വർഷമായി സ്വന്തം നാട്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നു. KSUക്കാരിയായതു മുതൽ രാഷ്ട്രീയമുണ്ട്. 35 വർഷമായി LDFിൻ്റെ കയ്യിലുള്ള വാർഡ് ഈ സൂപ്പർ സ്ഥാനാർത്ഥിയിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സഫ്വാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.